രേഖയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാൾ തന്നുവിട്ടത്. പ്രിയപ്പെട്ട രേഖയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുന്ന ഈ കത്ത് 40 വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ റിലീസ് ആവുന്ന സമയത്തായിരിക്കും ഇത് രേഖയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. സ്നേഹപൂർവ്വം രാജു ചേട്ടൻ. പ്രിയപ്പെട്ട രേഖക്ക് എനിക്കങ്ങനെ കത്ത് ഞാനങ്ങനെ കത്ത് എഴുതി ശീലിക്കുന്ന ഒരാളൊന്നുമല്ല. എന്താണ് ഈ കത്തൊക്കെ മനുഷ്യനുണ്ടാക്കിയല്ലേ. പിന്നെ എന്നെ അത്രയും ആരാധിക്കണ ഒരാളെന്ന നിലക്ക് ഞാൻ രേഖയ്ക്ക് വേണ്ടി എഴുതണം, എഴുതി പോണേണ്. അത്രേ ഉള്ളൂ. സ്നേഹപൂർവ്വം ഷെയ്ൻ ചേട്ടൻ. ഏയ് രേഖ, എനിക്ക് വേണ്ടിയാണ് നീ കത്തുകൾ എഴുതിയത്. എൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് നീ കാത്തു നിന്നത്. പക്ഷേ വൈകിപ്പോയി. രേഖയ്ക്കുള്ള കത്ത് അത് 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും എത്തിയിരിക്കും. സ്നേഹപൂർവ്വം അല്ലുച്ചേട്ടൻ. പ്രിയപ്പെട്ട രേഖയ്ക്ക്, ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പിടി കിട്ടിയത്. 1000 കോടി ക്ലബ്ബുള്ള സിനിമകളേക്കാൾ വലുത് 1000 കത്തുകൾ എഴുതുന്ന ആരാധികമാരാണെന്ന്. ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. എനിക്ക് കത്ത് വായിക്കാനും അറിയാം, തിരിച്ച് മറുപടി എഴുതാനും അറിയാം. സ്നേഹപൂർവ്വം ടൊവിനോ ചേട്ടൻ. ஹாய் ரேகா, நான் இதை சொல்லியாகணும். நீ அவ்வளோ அழகு. அது மட்டும் இல்லை, நம்ம ஒரே ஃப்ரெண்டில் நடித்தது எல்லாமே எனக்கு நடந்த மாதிரி ஞாபகம் இருக்கு ரேகா. உன்னோட அன்பான சூர்யா சேட்டன். என் நெஞ்சில் குடியிருக்கும் என்னோட அருமையான தம்பி உன்னிக்கண்ணனுக்காக நான் எழுதுறேன். ரொம்ப நாளாவே எங்கூட சேர்ந்து நடிக்கணும்னு ஆசைப்பட்டிருந்தால, நினைச்ச வண்டி கிடைச்சா சீக்கிரம் ஷூட் ஸ்டார்ட் பண்ணலாம். ஏன்னா நண்பா, சௌக்கியமா? வித் லவ், உன்னோட விஜய் சேட்டன். ഞാൻ ആരോ ഏട്ടാ